السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാഹിലിയ ലിറ്ററേച്ചറിൽപ്പെട്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ്. ആദ്യമായി അൽ മുഹൽഹിൽ ഇബ്നു റബിയ. ഇവര് മുഅല്ലഖാത്തിൽ വരുന്ന ആളുകളല്ല, അതേസമയം ജാഹിലിയ സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ എക്സാമിന് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗത്തുള്ള അഥവാ സിലബസിലുള്ള ആളുകളാണ്. അബൂ ലൈല അദി ഇബ്നു റബീഅ അത്തഅലബി. അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബൂ ലൈല. അദി ഇബ്നു റബീഅ അത്തഅലബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലുക്കിബ ബിസ്സീർ ലികസറത്തി വറാമിഹി. അദ്ദേഹത്തിന് അസീർ അല്ലെങ്കിൽ സീറുൻ നിസാ എന്നൊക്കെ സ്ഥാനപ്പേരുണ്ടായിരുന്നു. ലികസറത്തി വറാമിഹി. അദ്ദേഹം കൂടുതൽ പാഷനുള്ള ആളായിരുന്നു. അറാമു ലിന്നിസായി, സ്ത്രീകളോട് വലിയ പാഷനുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീർ എന്നുള്ള ഒരു ലഖബ് ഉണ്ടായിരുന്നു. ഖാലു ഇംറുൽ ഖൈസ് വ ജദ്ദു അംർ ഇബ്നു കുൽസൂം. ഇംറുൽ ഖൈസിന്റെ പിതൃസഹോദരനാണ്, പിതൃസഹോദരനല്ല മാതൃസഹോദരനാണ്. ഖാല് എന്ന് പറഞ്ഞാൽ മാതൃസഹോദരൻ, അമ്മ എന്ന് പറഞ്ഞാൽ പിതൃസഹോദരൻ. ഇവിടെ ഖാല് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ മാതൃസഹോദരനാണ്. വജദ്ദു അംർ ഇബ്നു കുൽസൂം, അംർ ഇബ്നു കുൽസൂമിന്റെ പിതാമഹനുമാണ്, ഉമ്മയുടെ ഉപ്പയാണ്. നമ്മൾ അംർ ഇബ്നു കുൽസൂമിന്റെ കഥയൊക്കെ പറഞ്ഞതാണ്, ലൈലയുടെ കഥ. ആ ലൈലയുടെ ഉപ്പയാണ് ഇദ്ദേഹം. മുഹൽഹിൽ. ഹുവ അവ്വലു മൻ ഇസ്തഅമല അൽ ഗസ്ല ഫി അശ്ശിഅരി അൽ അറബി. അറബി കവിതയിൽ ആദ്യമായിട്ട് ഈ ശൃംഗാരം ഗസൽ ഉപയോഗിച്ച വ്യക്തിയാണ് അൽ മുഹൽഹിൽ ഇബ്നു റബീഅ. യുഖാലു ഇന്നഹു, അവിടെ ഇന്നഹു എന്നാണ് വേണ്ടത് കേട്ടോ. കാലന്റെ ശേഷം ഇന്നഹു എന്ന് പറയാം. യുഖാലു ഇന്നഹു അവ്വലു മൻ ഖാല ശിഅറ. പറയപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് കവിത പാടിയ ആൾ ഇദ്ദേഹമാണ്. അഖിഫ ഫീ സിബാഹു അലൽ ലഹ്വി വത്തശ്ബീബി ബിൻ നിസാഇ. അദ്ദേഹം സ്ത്രീകളെ ശൃംഗരിച്ച് കവിത പാടുന്നതിലും അതുപോലെ ലഹ്വ് തമാശ കളികളിലൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. ഫഖദ് സമ്മാഹു അഖൂഹു കുലൈബ് ബിസീറുൻ നിസാ. അദ്ദേഹത്തിന്റെ സഹോദരൻ കുലൈബാണ് സീറുൻ നിസാ എന്ന് ഇദ്ദേഹത്തിന് പേരിട്ടത്. ഐ ജലീസു ഹന്ന, സ്ത്രീകളുടെ കൂടെ എപ്പോഴും കൂട്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് സീറുൻ നിസാ എന്ന് പേര് കുലൈബാണ് കൊടുത്തത്. കുലൈബ് ഇബ്നു വായിലിനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹം ഈ ഒരു കുതിരയുടെ വിഷയത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ കുലൈബാണ് ഈ കുലൈബ്. ഇദ്ദേഹം ആദ്യമായി കവിത പറഞ്ഞു എന്ന് പറഞ്ഞത് പൊതുവായിട്ട് പറഞ്ഞതാണ്. ആദ്യമായിട്ട് കവിത പാടിയത് മുളർ ഇബ്നു നിസാറാണ്. എന്നാൽ ആദ്യമായിട്ട് കസീദ പാടിയത് മുഹൽഹിൽ ഇബ്നു റബീഅയാണ്. പറയാൻ പോകുന്നുണ്ട്. ലമ്മ ഖതല ജസ്സാസ് ഇബ്നു മുറ അഖാഉ വാഇൽ ഇബ്നു റബീഅ അൽ മഅറൂഫ് ബി കുലൈബ്. ജസ്സാസ് ഇബ്നു മുറ ഇദ്ദേഹത്തിന്റെ സഹോദരനായ വാഇൽ ഇബ്നു റബീഅ, കുലൈബ് എന്നറിയപ്പെടുന്ന വാഇൽ ഇബ്നു റബീഅയെ കൊന്ന സമയത്ത് താറൽ മുഹൽഹിലു, മുഹൽഹിൽ ആകെ അസ്വസ്ഥനാവുകയും വൻഖതഅ അനി ശറാബി വല്ലഹബി ഇലാ അൻ യസ്അറ ലി അഖീഹി. അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നയാളോട് പ്രതികാരം ചെയ്യുന്നത് വരെ, തിരിച്ചു കൊല്ലുന്നത് വരെ അദ്ദേഹം ഈ ലഹ്വിലും ഷറാബിലും അഥവാ കള്ളുകൂടി മറ്റു ആനന്ദങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു തന്റെ സഹോദരനായ കുലൈബിന്റെ ഘാതകനെ
തിരിച്ച് കൊല്ലണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് മദ്യപാനത്തിലും മറ്റ് ആനന്ദങ്ങളിലൊന്നും പോകാതെ തൻ്റെ സഹോദരന്റെ ഘാതകനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്തു. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പൊ ആ യുദ്ധത്തിന്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ യുദ്ധത്തിന്റെ പേര്? ഓർമ്മ ഉണ്ടാവും? 40 വർഷം നീണ്ടുന്നൊരു യുദ്ധം ഉണ്ടല്ലോ. ഹർബിൽ ബസൂസ് അല്ലേ? അപ്പൊ അതില് പിന്നെ അവസാനം ഓക്കെ. അൽ മുഹൽഹിലിന് റബിയ ലുഖിബ മുഹൽഹിലൻ, അദ്ദേഹത്തിന് മുഹൽഹിൽ എന്ന പേര് വരാൻ കാരണം ലിഅന്നഹു കാന യൽബിസു സിയാബൻ മുഹൽഹിലത്തൻ, അദ്ദേഹം വളരെ റഖീഖായ നേരിയ വസ്ത്രമായിരുന്നു ധരിക്കാറുണ്ടായിരുന്നത്. മുഹൽഹില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഖീഖ്, നേരിയ വസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഹൽഹിൽ എന്ന് പേര് വന്നത് എന്ന് ഒരു അഭിപ്രായം പറയുന്നു. വഖീല ലുക്കിബ ബിസബബി ഖൗലിഹി, അദ്ദേഹം ഒരു കവിത പാടിയിട്ടുണ്ട്. ആ കവിതയില് അൽഹല എന്ന് പറയുന്ന ഒരു വാചകം വന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇതിനങ്ങനെ പേര് വരാൻ കാരണം എന്നും പറയുന്നു. ലമ്മ തബഖല ഫിൽ ഖറാഇ ഹജീനഹുന്ന അൽഹലത്ത് അസ്അറു മാലികൻ ഔ സുംബുല, അത് ഒരു റിവായത്തിൽ അങ്ങനെയുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ലമ്മ തബഅറ ഫിൽ ഖറാഇ ഹജിയുഹും ഹല്ലൽതു അസ്അറു ജാബിറൻ ഔ സുംബുല, ഇങ്ങനെയും കാണാം. അപ്പൊ ഈ വരികളിൽ അദ്ദേഹം ഏത് വരിയാണ് പാടിയതെങ്കിലും രണ്ട് വരിയിലും ഹൽഹല എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഉണ്ട്. അപ്പൊ ഇത് കാരണമാണ് അദ്ദേഹത്തിന് മുഹൽഹിൽ അൽ മുഹൽഹിൽ എന്ന് പേര് വന്നത് എന്ന് പറയുന്നു. കാന സ്വാഹിബു അവ്വലി ഖസീദത്തിൻ ഫി താരിഖിൽ അറബ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇദ്ദേഹമാണ് ആദ്യം കവിത രചിച്ചത് എന്ന്. അത് കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ആദ്യമായിട്ട് കവിത രചിച്ചത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ മുളറബുൽ നിസാറിനാണ് എഴുതേണ്ടത്. എന്നാൽ ആദ്യമായി ഒരു കാവ്യം, ഒരു ഖസീദ രചിച്ചത് ഇദ്ദേഹമാണ്. ഖസീദത്തുൽ മർസിയത്തുൻ അല്ലഫഹ അല അഖീഹി കുലൈബ് അൽ മഖ്തൂൽ ഫി ഹർബിൽ ബസൂസ്, ബസൂസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുലൈബ്, ബസൂസ് യുദ്ധത്തിന്റെ ആ തുടക്കത്തില് അല്ലേ? അപ്പോ തുടക്കത്തിലല്ലേ ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടക്കത്തിൽ ഇതിന്റെ കഥകൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കുലൈബ് എപ്പോഴാണ് കൊല്ലപ്പെടുന്നത്? നമ്മള് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബസൂസ് എന്ന സ്ത്രീയുടെ ഒട്ടകത്തെ കൊന്നത് കൊണ്ടല്ലേ? ആ, അപ്പൊ ആ ഒട്ടകത്താരായിരുന്നു കൊന്നത്? കുലൈബ്. കുലൈബ്. അപ്പൊ കുലൈബിനെ കൊന്നത് ആരാണ്? ജസ്സാസ് ആണ് അല്ലെ? ജസ്സാസ് കൊന്നു. പറഞ്ഞിട്ട് ജസ്സാസാണ് കുലൈബിനെ കൊല്ലുന്നത്. കുലൈബ് മരിച്ചത് കുലൈബിന്റെ സഹോദരനായ ഈ മുഹൽഹിലിന് വലിയൊരു എന്താ പറയാ, ഒരു പിന്നെ തന്റെ മനസ്സിൽ വലിയൊരു വിപ്ലവം അത് സൃഷ്ടിച്ചു. പിന്നെ അദ്ദേഹം ഇനി കള്ളൊന്നും കുടിക്കൂല, തന്റെ സഹോദരനെ കൊന്ന ജസ്സാസിനെ കൊല്ലണം എന്ന് തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരുപാട് കാലം യുദ്ധം നടന്നു. അവസാനം പിന്നെ ഈ മുഹൽഹില് ജസ്സാസിനെ കൊല്ലാണ്. അങ്ങനെയാണ് ആ യുദ്ധം അവസാനിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ കുലൈബ് വധിക്കപ്പെട്ട സമയത്ത് ഈ കുലൈബിന്റെ പേരിൽ ഇദ്ദേഹം ഒരു മർസിയത്ത്, ഒരു അനുശോചന കവിത എഴുതിയിട്ടുണ്ട്, ഒരു കാവ്യം.
അപ്പൊ അതാണ് ആദ്യത്തെ ഖസീദ എന്ന് താരിഖുൽ അറബിൽ അറിയപ്പെടുന്നത്. ഇന്നഹു ബത്തുലുൻ ഫി ഹർബിൽ ബസൂസ്. ബസൂസ് യുദ്ധത്തിലെ ഹീറോ ആയിരുന്നു, അതിലെ യോദ്ധാവായിരുന്നു അൽ മുഹൽഹിൽ. വഖദ് ഉസ്സിറ ഫി നിഹായത്തിൽ അംരി വമാത ഫി അസ്രിഹി. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം തടങ്കലിൽ അകപ്പെടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ തന്റെ തടങ്കലിലായിക്കൊണ്ട് തന്നെ 531 അദ്ദേഹം മരണപ്പെടുന്നത്. യർവി അന്നൽ മലിക മുൻദിർ വാലിദ അംറുബ്നു ഹിന്ദ്. അംറുബ്നു ഹിന്ദ് എന്ന് പറയുന്ന ഒരു രാജാവ്, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്. അംറുബ്നു കുൽസൂം ആണല്ലോ അംറുബ്നു ഹിന്ദിനെ കൊല്ലുന്നത്. അതുപോലെ അംറുബ്നു ഹിന്ദാണ് പിന്നെ ഈ മുത്തലമ്മിസിനെ അതുപോലെ തൊറഫേനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കത്ത് കൊടുത്തുവിടുന്നത്. അതില് മുത്തലമ്മിസ് വധിക്കപ്പെടുകയും ചെയ്തു ബഹ്റൈനിലേക്ക്, അവിടെ മുക്കാബിറ എന്ന് പറയുന്ന ഒരു ഗവർണറിലേക്ക്. കൊല്ലപ്പെടുന്ന ആ കത്ത് തുറന്നു നോക്കിയില്ലല്ലോ, തുറന്നു നോക്കിയിട്ട് രക്ഷപ്പെട്ടു. മരിച്ചു. കത്തുമായിട്ട് അങ്ങോട്ട് പോയി. അതെ അതെ, മുത്തലമ്മിസ് കത്ത് വായിച്ചപ്പോ അതിലിങ്ങനെ അതിന്റെ കണ്ടന്റ് കണ്ടപ്പോ അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തൊറഫ അവിടെ പോയി. അങ്ങനെ തൊറഫന്റെ കയ്യും കാലൊക്കെ വെട്ടിയിട്ട് കുഴിച്ചിടണം എന്നാണ് അല്ലെ, പുഴയിൽ എറിയണം എന്നാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പൊ ആ കത്ത് എഴുതിയ ആളാണ് അംറുബ്നു ഹിന്ദ്. അപ്പൊ അയാളുടെ ഉപ്പ മുൻദിർ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം അസ്ലഹ ബൈന ബക്കർ വ തഅലബ്, ബക്കർ തഅലബ് ഗോത്രത്തിനിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കിയത്, ഒത്തുതീർപ്പുണ്ടാക്കിയത് ഈ മലിക് മുൻദിറാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബഅദ മൗത്തിൽ മുഹൽഹിൽ, മുഹൽഹിലിന്റെ മരണത്തിന് ശേഷമാണ് ആ ഒരു ഒത്തുതീർപ്പുണ്ടായത്. ഇനി നമുക്ക് അപ്പോ ഇത്രയാണ് നമ്മള് പിന്നെ മുഹൽഹിൽ ഇബ്നു റബിയെ കുറിച്ച് പറഞ്ഞത്. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യത്തെ ഖസീദ രചിച്ചു എന്നുള്ളതാണ്. ഇനി ഉമയ്യദ് ഇബ്നു അബീ സ്വൽത്ത്, അബു ഉസ്മാൻ ഉമയ്യദ് ഇബ്നു അബീ സ്വൽത്ത് സഖഫി, അദ്ദേഹം സഖഫിയാണ്. ഷാഇറുൻ ജാഹിലിയുൻ മിൻ റുഅസാഇ സഖീഫ് നബദൽ അസ്നാമ വദഅ ഇല തൗഹീദ്. ഇദ്ദേഹം ഒരു ജാഹിലി കവിയാണ്, സഖീഫിലെ നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഈ ബിംബങ്ങളെയൊക്കെ ഒഴിവാക്കിയ വ്യക്തിയാണ്. ദഅ ഇല തൗഹീദ്, ഏക ദൈവ വിശ്വാസത്തിലേക്ക് ദഅവത്ത് ചെയ്ത ആളുകൂടിയാണ്. നശഅ ബി ത്വായിഫ്, ത്വായിഫിലാണ് ജീവിച്ചത്. വകാന മുഹിബ്ബൻ ലിസ്സഫരി വത്തിർഹാൽ, യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. സഫർ തിർഹാൽ എന്ന് പറഞ്ഞാൽ യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തസല ബിൽ ഫുറസി ഫിൽ യമൻ, യമനിലെ പേർഷ്യക്കാരുമായിട്ട് ഫറസികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും വസമിയ മിൻഹും ഖിസസുഹും വ അഖ്ബാറുഹും, അവരുടെ കഥകളും അവരുടെ മറ്റ് അഖ്ബാറുകളും ഒക്കെ ഇവരിൽ നിന്ന് അദ്ദേഹം കേട്ട് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു, യമനികളായ ഫറസുകളിൽ നിന്ന്. റഹല ഇല ശാം ഫീ റിഹ്ലാത്തിൻ തിജാരിയ, അദ്ദേഹം ഷാമിലേക്ക്, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫിലസ്തീൻ, അതുപോലെ ലിബിയ, സിറിയ ഒക്കെ അറിയപ്പെടുന്ന പഴയ പ്രദേശമാണ് ഷാം, അതിന്റെ പഴയ പേരാണ്. ഷാമിലേക്ക് യാത്ര പുറപ്പെടുകയും അവിടെ കച്ചവട യാത്രകളാണ് നടത്തിയിരുന്നത്. ഖസദൽ കഹാന വൽ അഹ്ബാർ, അവിടെ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാര്, അതുപോലെ ജ്യോത്സ്യന്മാരൊക്കെ ആയിട്ട്, കാഹിനികൾ എന്ന് പറഞ്ഞാല് ജ്യോത്സ്യന്മാരാണ്, അഹ്ബാർ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ് ഉദ്ദേശിക്കുന്നത്. അവരെയൊക്കെ ഉദ്ദേശിച്ചു അങ്ങോട്ടേക്ക് പിന്നെ പോവുകയും വസമിയ മഅ്ളഹും വഅഹാദീസഹും, അവരുടെ പിന്നെ വഅളുകള്, സതുപദേശങ്ങൾ, അവരുടെ സംസാരങ്ങളൊക്കെ ഇദ്ദേഹം കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കച്ചവട യാത്രയായിട്ട് പോകും, അതോടൊപ്പം ഇങ്ങനെ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിക്കുക എന്നുള്ള ലക്ഷ്യം, ഇങ്ങനെ 2 ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ ആയുസ്സിലുടനീളം കച്ചവടം ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ ഈ ക്രിസ്ത്യൻ പാതിരിമാര്, പിന്നെ റുഹ്ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആബിദീങ്ങള്, പിന്നെ
ഒരു പിന്നെ ഏക ദൈവത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ കൂടുതൽ പിന്നെ ആരാധന നടത്തുന്ന ആളുകൾക്കാണ് റാഹിബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഇദ്ദേഹം കണ്ടുമുട്ടുകയും ഫൽതമസദ്ദീന, അവരിൽ നിന്നൊക്കെ ദീന് പഠിക്കുകയും വശക്കഫിൽ ഔസാനി, ബിംബങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, സംശയമായിരുന്നു. നുബുവ, അദ്ദേഹം ഒരു നുബുവത്ത് ആഗ്രഹിച്ചിരുന്നു, താൻ നബിയാകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കാന കസീറുൽ ഇത്ലാഇ അലാ കുതുബിൽ അദിയാനി വൽ കുതുബിൽ ഖദീമ, അദ്ദേഹം ഈ മതഗ്രന്ഥങ്ങൾ അതുപോലെ പഴയ ഗ്രന്ഥങ്ങൾ അതിലൊക്കെ പിന്നെ കൂടുതൽ മുത്താല നടത്തുകയും അതൊക്കെ റെഫർ ചെയ്യുകയും തൗറാത്തി വൽ ഇൻജീൽ, മൂസാ നബിയുടെ തൗറാത്ത്, അവർ ഈസാ നബിയുടെ ഇൻജീൽ, ഇതൊക്കെ അദ്ദേഹം വായിച്ചു നോക്കുകയൊക്കെ ചെയ്തിരുന്നു. യുഅദ്ദു മിൻ അശ്ഹരി ഹഉലാഇൽ അഹ്നാഫ്, അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട അഹ്നാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് അഥവാ ഈ ജാഹിലിയ കാലഘട്ടത്തില് ഇബ്രാഹിമിയ മില്ലത്തില് ഉണ്ടായിരുന്ന ആളുകൾക്കാണ് അഹ്നാഫ് എന്ന് പറയുന്നത്. ഫരീഖു മിനൽ അറബി ഖബല മജീഇൽ ഇസ്ലാമി കാനു യുൻകിറൂനൽ വസനിയ്യ വകാനു അലാ ദീനി ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ അവര് അറബികളുടെ ഒരു വിഭാഗമാണ്. ഇസ്ലാമിന്റെ വരവിന് മുമ്പ് അവര് ഈ ബിംബാരാധന ഒഴിവാക്കുകയും അതിനെ നിഷേധിക്കുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദീനിനെ അംഗീകരിക്കുകയും ചെയ്ത ആളുകളാണ്. അപ്പൊ ഈ ഹനാഫുകളുടെ നേതാക്കന്മാരിൽ ഒരാളായിട്ട് ജസീറത്തുൽ അറബിയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. മുനാദീന ബി തൗഹീദിൽ ഖാലിഖി വ നബദിൽ ഔസാൻ, അപ്പോ സൃഷ്ടാവ് ഏകനാണ് എന്നുള്ള ഒരു ദഅവത്ത് നടത്തുകയും ബിംബങ്ങളെ വെടിയുകയും ചെയ്ത ആളുകളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ആമന ലിസാനുഹു വ കഫറ ഖൽബുഹു എന്നാണ്. അദ്ദേഹത്തിന്റെ നാവ് വിശ്വസിച്ചു, ഹൃദയം കാഫിറാണ്, ഹൃദയം നിഷേധിച്ചിരിക്കുന്നു. അഥവാ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസമില്ല, നാവ് കൊണ്ട് അങ്ങനെ പറയുന്നതാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫലമ്മ ബുഇസ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായപ്പോൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്ത് കിട്ടിയപ്പോൾ, ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്നപ്പോൾ, കഫറ ബിഹി ഹസദൻ, ഈ ഉമയ്യത്ത് ബിൻ അബീ സൽത്ത് നബിയെ നിഷേധിച്ചു. അതിന് കാരണം ഹസദൻ, അദ്ദേഹത്തിന് അസൂയയായിരുന്നു. ഫനുസില ഫീഹിൽ ആയ, അങ്ങനെ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ, ഉമയ്യത്ത് ബിൻ അബീ സൽത്തിന്റെ വിഷയത്തിൽ ഒരു ആയത്ത്, ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങി. വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതനാ ഫൻസലഖ മിൻഹാ ഫതബഅഹു ശൈത്താൻ. അവർക്ക് നബിയെ അവർക്ക് അങ്ങ് ഓതി കൊടുക്കണം, പാരായണം ചെയ്തു കൊടുക്കണം ഒരുത്തന്റെ ഒരുത്തനെ കുറിച്ചുള്ള വിവരം. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ആതൈനാഹു ആയാതന, അവർക്ക് നമ്മൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ ഫൻസലഖ മിൻഹാ, അതിൽ നിന്ന് അവരങ്ങ് ഊരിക്കളഞ്ഞു, അത് അംഗീകരിക്കാതെ അതിൽ നിന്ന് മാറിക്കളഞ്ഞു. ഫഅത്ബഅഹു ശൈത്താൻ, അങ്ങനെ ശൈത്താനിന്റെ വഴിയിലേക്ക് അവന്റെ ഒരു താബിയാക്കി, ഒരു അനുയായിയാക്കി അവനെ മാറ്റുകയും ചെയ്തു എന്ന് ഈ ഉമയ്യത്ത് ബിൻ അബീ സൽത്തിന്റെ വിഷയത്തിൽ ഒരായത്ത് തന്നെ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഖലഫിശ്ശിഅരി മആനി വ അസാലീബ, കവിതയിൽ അദ്ദേഹം പ്രത്യേകമായ മഅനകളും ശൈലികളും ഒക്കെ പ്രവേശിപ്പിച്ചു. അൽഫാദൻ വ തറാക്കീബ, അതുപോലെ ഭാഷയിൽ ചില ലഫ്ദുകൾ, ചില സ്ട്രക്ചറുകൾ, ഘടനകളൊക്കെ കൊണ്ടുവന്നു. ലം യഅരിഫുഹൽ അറബു, എന്നാൽ ഈ മഅനകളെയോ ഉസ്ലൂബുകളെയോ അൽഫാദുകളെയോ തറാക്കീബിനെയോ ഒന്നും തന്നെ അറബികൾക്ക് അറിയില്ല. അപ്പൊ അറബികൾക്ക് പരിചയമില്ലാത്ത ഇയാൾ പല സ്ഥലത്തും പോയിട്ട് പഠിച്ചു വന്ന പല വിഷയങ്ങളും ഇദ്ദേഹത്തിന്റെ കവിതയിലും ഭാഷയിലൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നു. വലിദാലിക കാനൽ ലുഗവിയ്യൂന ലാ യഹ്തജൂന ബിശ്ശിഅരിഹി, അതുകൊണ്ട് തന്നെ ഭാഷാ പണ്ഡിതന്മാര് ഇദ്ദേഹത്തിന്റെ കവിതകൾ ഒരു തെളിവായിട്ട് പിടിക്കാറില്ല, തെളിവിന് ഇദ്ദേഹത്തിന്റെ കവിത എടുക്കാറില്ല. അത് ഉമയ്യത്ത് ബിൻ അബീ സൽത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ കവിതയിൽ കാണാം, അൽഹംദുലില്ലാഹി മംസാന വമസ്ബഹന ബിൽ ഖൈരി സബ്ബഹന റബ്ബി വമസ്സാന റബ്ബുൽ ഹനീഫതി ലം തൻഫദ് ഖസാഇനുഹാ
മംലൂഅത്തുൻ തബ്ബക്കുൽ ആഫാക സുൽത്താന. അദ്ദേഹത്തിന്റെ കവിതകളിൽപ്പെട്ട 2 വരിയാണിത്. അങ്ങനെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ഈ അടുത്ത പരീക്ഷകളിലൊക്കെ കൂടുതൽ ചോദ്യം വന്ന ഒരു വ്യക്തിയാണ് ഹാത്തിമുത്തായി അത്തമീമി. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ പരീക്ഷകളിൽ കണ്ടിരുന്നു. അബൂ സഫ്വാന ഹാത്തിം ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സഅദ് അത്വായി, ത്വയ്യ് ഗോത്രാണ് ഇദ്ദേഹം. അത്വായി അൻതസ്ബു ഇലാ ഖബീലത്തി ത്വയ്യ്, ത്വയ്യ് കബീലയിലേക്ക് ചേർന്നിട്ടാണ് ത്വായി എന്ന് പേര് വന്നത്. കാരണം ഹാത്തിമത്തായി യുഖന്ന കുന്നിയത്തെ, അദ്ദേഹത്തിന് 2 കുന്നിയത്തുകൾ ഉണ്ടായിരുന്നു. കുന്നിയത്ത് എന്ന് പറഞ്ഞാൽ അബു ഇബ്ന് ഉമ്മ എന്നൊക്കെ പേരിന്റെ തുടക്കത്തിൽ ചേർത്തിട്ട് മൂത്ത മകന്റെയോ മകളുടെ ഒക്കെ പേര് പറയുന്ന ഒരു ശൈലിയാണ്. അപ്പൊ 2 പേരുണ്ട്. അത് അബൂ സഫാന നിസ്ബത്തൻ ബിസ്മി ഇബ്നത്തിഹി സഫാന അല്ലദീ കാനത്ത് അക്ബർ ഔലാദിഹി. അദ്ദേഹത്തിന്റെ കുട്ടികളിൽ ഏറ്റവും വലിയ ആളായ വലിയ മകളായ സഫാനയിലേക്ക് ചേർത്തിട്ടാണ് അബൂ സഫാന എന്ന് പേരുണ്ടായിരുന്നത്. അമ്മ കുന്നിയത്ത് സാനിയ എന്ന 2ാമത്തെ കുന്നിയത്ത് കാനത്ത് അബു അദിയ് നിസ്ബത്തൻ ലിബ്നിഹി അദിയ്, അദ്ദേഹത്തിന്റെ മകനായ അദിയിലേക്ക് ചേർത്തിട്ട് അബു അദിയ് എന്ന് പേരുണ്ടായിരുന്നു. വഖദ് ഷഹിദ അദിയ് വ സഫാൻ അൽ ഇസ്ലാമ വ അസ്ലമ. ഈ ഇദ്ദേഹത്തിന് وقد نشأ وترعرع في منطقة نجد الواقعة في اليمن. യമനിൽ സ്ഥിതി ചെയ്തിരുന്ന നജ്ദ് പ്രദേശത്തിൽ ആയിരുന്നു അവര് വളർന്ന് വലുതായത് ഈ ഹാത്തിമുത്തായി. തസബ്ബജ ഹാത്തിമുത്തായി മർറത്തൈനി ഫി ഹയാത്തിഹി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 2 വിവാഹം അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. വഹുമ അൽ ഊല, അത് രണ്ടും അതിൽ ഒന്നാമത്തത് മിൻ ഇംറഅത്തിൻ തുദഅ നുബ്ബാർ, നുബ്ബാർ എന്ന് പറയുന്ന, നുബ്ബാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആദ്യം വിവാഹം ചെയ്തത്. അമ്മാ സൗജത്തുഹു സാനിയ എന്ന 2ാമത്തെ ഭാര്യയാകുന്നത് അക്കാലത്ത് മാവിയ. അദ്ദേഹത്തിന്റെ കവിതയിലൊക്കെ അയാ മാവിയ എന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട് അദ്ദേഹത്തിന്. ബിന്തു അഫ്സർ, അഫ്സറിന്റെ മകളാണ്. അക്കാലത്ത് മലിക്കത്തും മലിക്കാത്തുൽ ഹീറ, ഹീറ രാജ്ഞിമാരിൽപ്പെട്ട ഒരു രാജ്ഞിയായിരുന്നു ഈ മാവിയ, വലിയ സമ്പന്നയായിരുന്നു. ഖററത്ത് മാവിയ സിവാജ ബിമൻ തശാഉ മിനൽ റിജാൽ. മാവിയക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു, മാവി ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പുരുഷനെയാണ് മാവി വിവാഹം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ 3 കവികൾ ഇവരുടെ അടുക്കൽ വിവാഹാലോചനയുമായി എത്തി. ഹാത്തിമത്തായി, അന്നാബിയത്തു ദുബിയാനി, അന്നുബൈത്തി, ഇങ്ങനെ 3 ആളുകൾ എത്തി. قالت له معاوية ستتزوجه بشرط أن يطلق زوجته. അങ്ങനെ ഈ മാവിയ ഹാത്തിമുത്തായിയോട് ഒരു നിബന്ധന വെച്ചു. മാവിയെ വിവാഹം കഴിക്കാൻ സമ്മതം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ നുവാറിനെ ത്വലാഖ് ചൊല്ലണം എന്നുള്ളൊരു നിബന്ധന വെച്ചു. റഫള, എന്നാൽ ഹാത്തിമത്തായി അതിന് തയ്യാറായില്ല. അങ്ങനെ തസവ്വജതുഹു ബഅദ വഫാത്തി സൗജതിഹി, ഈ നുവാർ മരിച്ചതിന് ശേഷമാണ് മാവിയ ഹാത്തിമത്തായിയെ വിവാഹം ചെയ്തത് എന്ന് പറയുന്നു. വഖീല ഇന്ന ഹാത്തിമൻ റസഖ മിൻഹ വലദഹു അദിയെ, ഈ മാവിയയിൽ നിന്നാണ് അദ്ദേഹത്തിന് അദി എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചത് എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചില സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഔലാദുഹു സലാസ, അദ്ദേഹത്തിന് 3 കുട്ടികൾ, അദിയ, അബ്ദുള്ള, സഫാന മിൻ സൗജത്തിഹി നുവാർ, എല്ലാം ആദ്യ ഭാര്യയിൽ നിന്നല്ല നുവാറിൽ നിന്നാണ് എന്ന് അഭിപ്രായം പറയുന്നുണ്ട്. ഒരഭിപ്രായത്തിൽ അദിയ മാവിയയുടെ മകനാണ് എന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അബു അദിയ്, അബു സഫാന എന്ന പേരുണ്ടല്ലോ. സാധാരണ മൂത്ത കുട്ടികളുടെ പേര് ചേർത്തിട്ടാണ് അങ്ങനെ പേരിടുക. അത് വെച്ചിട്ടാണ് അദിയ്
മാവിയുടെ മകനാണ് എന്നൊരു അഭിപ്രായം അവിടെ വന്നത്. തൂഫിയ വാലിദഹു വഹുവ സഗീറൻ. ആത്തിമത്തായുടെ ഉപ്പ ചെറുപ്പത്തിലേ മരണപ്പെട്ടു പോയി. ഇദ്ദേഹം ചെറുതാവുമ്പോൾ ഉപ്പ മരിച്ചു, യതീമായിരുന്നു അദ്ദേഹം. ഫനശഅ മഅ ഉമ്മിഹി വകാനത്ത് കസീറത്തുൽ മാൽ. ഉമ്മയുടെ കൂടെയാണ് വളർന്നത്. ഉമ്മ വലിയ സമ്പന്നയായിരുന്നു. വറസ ഹാത്തിമത്തായി അൽ ഇസ്സത വൽ ഇബാഅ വശഹാമ മിൻ അബീഹി അല്ലദീ ഉരിഫ ബിനസബിഹി. ഹാത്തിമത്തായി തന്റെ ഒരു പവിത്രത, ഇസ്സത്ത്, പ്രതാപം, വൽ ഇബാഉ ഷഹാമത്ത് എന്ന് പറഞ്ഞാലൊക്കെ അതന്നെ ഇസ്സത്തുൻ നഫ്സാണ്. അത് അദ്ദേഹം അനന്തരമായി അദ്ദേഹത്തിന് കിട്ടിയത് മിൻ അബീഹി, അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്നാണ്. അല്ലദീ ഉരിഫ ബിനസബിഹി, അദ്ദേഹത്തിന്റെ ആ ഒരു തറവാടിൽ അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. വഅസ്ലുഹു റഫീഅ് ബിനസബിഹി വഅസ്ലിഹി റഫീഅ്. അല്ല, ഉരിഫ ബിനസബിഹി വഅസ്ലിഹി റഫീഅ്, അദ്ദേഹത്തിന്റെ ഉന്നതമായ കുടുംബം അത് അറിയപ്പെട്ടിട്ടുണ്ട്. അല്ലദീ കാന മൗസൂലൻ ബി യഅറബ് ഇബ്നു ഖഹ്താൻ. നമ്മൾ അറബി ഭാഷയുടെ പിതാവായ യഅറബ് ഇബ്നു ഖഹ്താനിലേക്ക് ചേരുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു കുടുംബത്തിൽ നിന്ന്, തന്റെ ഉപ്പയിൽ നിന്നുള്ള, ഉപ്പയുടെ മുൻഗാമികൾ, അവരിൽ നിന്നൊക്കെയുള്ള ആ ഒരു പ്രതാപമാണ് ഇദ്ദേഹത്തിന് ഒരു പാരമ്പര്യമായിട്ട് വറസത്തായിട്ട് കിട്ടിയത്. വമിൻ ഖൗലിഹി, ഹാത്തിമത്തായിയുടെ കവിതയിൽ ഉള്ളൊരു വാചകമാണ്, ഇദാ കാന ബഅദുൽ മാലി റബ്ബൻ ലി അഹ്ലിഹി ഫഇന്നി ബിഹംദില്ലാഹി മാലി മഅബദു. ചില ആളുകൾ ധനത്തെ ഒരു റബ്ബായിട്ട് പിന്നെ ധനത്തെ ആരാധിക്കും, പൂജിക്കും. എന്നാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു ആരാധ്യനില്ല, ഞാൻ ധനത്തെ ആരാധിക്കുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹത്തെ പറയുന്നത്. അഥവാ ഈ ധനം ചെലവഴിക്കാതെ ധനത്തിനെ വലിയ സംഭവമാക്കിയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ ഒന്ന് വിമർശിച്ചിട്ട് അദ്ദേഹം പാടിയ കവിതയാണ്. ഇദാകാന ബഅദുൽ മാലി റബ്ബൻ ലി അഹ്ലിഹി ഫഇന്നി ബിഹംദില്ലാഹി മാലി മഅബദു. اشتهر العاطمة بالجود والكرم كما اشتهر عنترة في الحماسة وأبو العتاهية في الزهد. ആത്തിമത്തായി പ്രസിദ്ധനായത് തന്റെ ദാനധർമ്മത്തിലായിരുന്നു. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അൻതറ യുദ്ധവീര്യം, ഹമാസ എന്ന് പറഞ്ഞ യുദ്ധവീര്യത്തിൽ അറിയപ്പെട്ടതുപോലെ, അബുല്ലത്തായ ഭൗതിക വിരക്തി, സുഹൃത്തിൽ അറിയപ്പെട്ടതുപോലെ, ആത്തിമത്തായി ഈ ഔദാര്യം അല്ലെങ്കിൽ ദാനധർമ്മത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ വലിയ കറമ്, ആളുകളെ സൽക്കരിക്കുക, അത്തരം ഒരു ഔദാര്യ മനസ്കനായിരുന്നു അദ്ദേഹം. وقد وصفته صفانة ابنته يوم قامت بين يدي رسول الله صلى الله عليه وسلم. ഒരു ദിവസം ഈ സഫാന എന്ന് പറയുന്നവരുടെ മകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന സമയത്ത് ഹാത്തിമത്തായിയെ വിശേഷിപ്പിച്ച് പറഞ്ഞിരുന്നു, തർജു അൻ യഖ്ല അൻഹാ വഹിയ സബിയ. ഇവരവിടെ ഒരു അറസ്റ്റഡ് ആയിട്ട്, ഒരു സബിയത്തായിട്ട്, അസീറത്തായിട്ട്, ഒരു തടവിലാക്കപ്പെട്ട രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പെട്ട സമയത്ത് അതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി, മോചിതനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഉപ്പയുടെ വിശേഷണങ്ങൾ പറഞ്ഞു. കാലത്ത് സഫാന പറഞ്ഞു, കാന അബി യഫുക്കുൽ ആനി, എന്റെ പിതാവ് ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വയഹ്മിൽ ദിമാർ, അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളെ ഒക്കെ അദ്ദേഹം സംരക്ഷിക്കാറുണ്ടായിരുന്നു. ദുരിതങ്ങളൊക്കെ ഉള്ള ആളുകളെ അദ്ദേഹം സംരക്ഷിക്കാറുണ്ടായിരുന്നു. വയുഖരി അല്ലൈഫ്, അതിഥികളെ സൽക്കരിക്കാറുണ്ടായിരുന്നു. യുഖരി എന്ന് പറഞ്ഞാൽ റിയാഫത്ത് കൊടുക്കാറുണ്ടായിരുന്നു. അല്ലൈഫ്, അതിഥികളെ. യുഫരിജാനിൽ മക്റൂബ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു തുറവ്, എന്താ പറയാ, അതിനൊരു റിലീഫ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. ആ പ്രയാസങ്ങളൊക്കെ നീക്കി ആശ്വാസം കൊടുക്കാറുണ്ടായിരുന്നു. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നിങ്ങനെ തന്റെ ഉപ്പയുടെ ഔദാര്യത്തെ കുറിച്ച്, ആ ഒരു ജനറോസിറ്റിയെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ഈ സഫാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. فقال لها الرسول صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാനയോട് പറഞ്ഞു, യാ ജാരിയ ഹാദിഹി സിഫത്തുൽ മുഅ്മിൻ, നീ പറഞ്ഞതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ വിശേഷണങ്ങളാണ്. ലൗകാന അബൂക ഇസ്ലാമിയ, അല്ലെങ്കിൽ മുസ്ലിമൻ, രണ്ടുമുണ്ട്. നിന്റെ ഉപ്പയങ്ങാനും ഒരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ തറഹംന അലൈഹി, അദ്ദേഹത്തിന്റെ റഹ്മത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു.
അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ ഉപ്പ നല്ല സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അഥവാ ഹാത്തിമത്തായി ഈ ഇസ്ലാമിന്റെ നല്ല ഗുണങ്ങളെയൊക്കെ നല്ല സ്വഭാവങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. ഇനി ഷൻഫറ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ സിലബസില് ചോദ്യങ്ങൾ വരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വന്നിരുന്നു. ഷൻഫറയുടെ പേര് പൊതുവെ ചോദിക്കാറുണ്ട്. ഹുവ സാബിത്ത് ബിൻ ഔസ് അൽ അസ്ദി അൽ മുലക്കബ് ബി ഷൻഫറ. ഷൻഫറയുടെ വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടോ? ലാമിയത്തുൽ അറബൊക്കെ. ലാമിയത്തുൽ അറബ് രചിച്ചത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞിരുന്നു. കാന മിൻ അഷീറത്തിൽ ഔസ് ബിൻ ഹജർ അൽ അസ്ദിയ അൽ യമനിയ വഹുവ ഖഹ്താനിയ. അദ്ദേഹം ഔസ് ബിൻ ഹജറിന്റെ ആ ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ്. അസ്ദിയാണ്, യമനിയാണ്, ഖഹ്താനിയാണ്. അറബ് ബിൻ ഖഹ്താൻ ഉണ്ടല്ലോ, അവരൊക്കെ യമനികളാണ്. അതിലേക്ക് ചേരുന്ന ഒരു ആളാണ് അദ്ദേഹം. കനത്ത് ഉമ്മ ഹബിഷിയ, ഉമ്മ നീഗ്ര വംശജയാണ്. ആ ഉമ്മയിൽ നിന്നാണ് ഇദ്ദേഹത്തിന്, ആ ഉമ്മയുടെ ഒരു കറുത്ത നിറം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു കറുത്ത വ്യക്തിയായിരുന്നു. വലുതാലിക്ക യുഅദ്ദുമിൻ അഗരിബത്തിൽ അറബ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അറബികളുടെ കൂട്ടത്തിൽ കാക്കക്കറമ്പന്മാർ എന്നറിയപ്പെടുന്ന അഗരിബത്തുൽ അറബില് എണ്ണപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം. അൻതറയൊക്കെ പോലെ. അത് ആഷ സഅലൂക്കൻ ഫീ ഖബീലത്തി ഫഹം. ഫഹം ഗോത്രത്തില് ഒരു സഅലൂക്കായിട്ട് ജീവിച്ച ആളാണ് ഇദ്ദേഹം. സഅലൂക്കിൽപ്പെട്ട ആളാണ്. ഷൻഫറ സഅലൂക്കാണ്. അതുപോലെ നമ്മൾ പഠിക്കാനും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവര് മരുഭൂമിയിൽ ജീവിക്കും. അവിടെ മൃഗങ്ങളെ പിന്നാലെ കൂടി മൃഗങ്ങളെയൊക്കെ പിടിക്കുക, മരുഭൂമിയിൽ സഞ്ചരിക്കുന്നവരുടെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുക, എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഇത്തരം ഒരു പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ സഅലൂക്ക് കവികളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു സഅലൂക്ക് ആയിരുന്നു. ഹുവ സരീഉൽ അദുവ്. ശത്രുക്കളോട് വളരെ സ്പീഡിൽ ആക്രമണമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഷുജാഉൽ ജരി അൽ ഖത്ൽ. കൊല്ലാൻ യാതൊരു മടിയുമില്ല. വളരെ ധീരനായിട്ട് പെട്ടെന്ന് ആളുകളെയൊക്കെ കൊല്ലുന്ന ഒരു വ്യക്തിയാണ്. ലൈസ ലദൈഹി ദാബത്തുൻ യർകുബുഹ. മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. കാന യസീറു അലാ റിജ്ലിഹി. സ്വന്തം കാലിൽ തന്നെ സഞ്ചരിക്കും. വാഹനങ്ങൾ വേണ്ട, മൃഗങ്ങളെ പോലെ അതിലേറെ സ്പീഡിൽ ഇവർ സഞ്ചരിക്കുമായിരുന്നു. കാന യുളറബു ബിഹിൽ മസൽ ഫീ സുർഅത്തി റഖലി വമുദൽ ഖഫസ്. വളരെ ദൂരം ചാടുന്നതിലും വളരെ സ്പീഡിൽ ഓടുന്നതിലൊക്കെ ഒരു ഉപമയായിട്ട് ഷൻഫറയെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ട ദിവസം ഇദ്ദേഹം ചാടിയ ചാട്ടം ഒന്ന് അളന്നു നോക്കി. അപ്പൊ അത് ഫൗജിദത്ത് വാഹിദം വൈശ്രീന ഖത്വ, 21 അടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചാട്ടം 21 അടിയാണ്. ഭയങ്കര സ്പീഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ചാട്ടവും ഓട്ടവും ഒക്കെ ഉണ്ടായിരുന്നത്. ഇന്ന കബീലത്തുഹു ഖതലത് അബാഹ. അദ്ദേഹത്തിന്റെ കബീല തന്റെ ഉപ്പയെ വധിച്ചു. ഫതഹവ്വലത് ഉമ്മുഹു അൻഹാ ഇലാ ബനീ ഫഹം. അങ്ങനെ ആ ഗോത്രത്തിനോട് ദേഷ്യം പിടിച്ച് അതിനോട് തെറ്റിയിട്ട് ഉമ്മ ബനൂ ഫഹം ഗോത്രത്തിലേക്ക് പോയി, അതിലേക്ക് മാറി. ഫഹുവ ശാഇറുൻ ജാഹിലിയ്യുൻ മിന തബഖത്തി സാനിയ. രണ്ടാം കാറ്റഗറിയിൽ വരുന്ന ജാഹിലി കവിയാണ് ഇദ്ദേഹം. ലഹു ശിഅറുൻ ഫിൽ ഫഖ്രി വൽ ഹമാസ. ഈ ആത്മാഭിമാനം അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്ന വിഷയത്തിൽ, അതുപോലെ ഹമാസ യുദ്ധവീര്യത്തിലൊക്കെ ഇദ്ദേഹത്തിന് കവിതകളുണ്ട്. ലാമിയത്തുൽ അറബ്. അതിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് ഈ ലാമിയത്തുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ കവിത. ഖസീദത്തും ഫീ 68 ബൈത്തൻ. 68 ബൈത്തുകളാണ് അതുള്ളത്. അപ്പൊ ലാമിയത്തുൽ അറബ് ചോദിക്കാറുണ്ട് ആരുടേതാണ്? ഷൻഫറയുടേതാണ്. അപ്പൊ ലാമിയത്തുൽ അറബിൽ ഇവരുടെ ഈ കബീലകൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, തന്റെ പഴയ കബീലയുടെ പോരായ്മകൾ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. تنسب له لامية العرب هي من أهم قطع الشعر العربي تصور حياة السعلوك. അതുപോലെ ഈ ലാമിയത്തുൽ അറബ് എന്നുള്ളത് ഇദ്ദേഹത്തിലേക്ക് ചേർക്കുന്നതാണ്. അത് ഈ സഅലൂക്ക് കവികളുടെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന അറബി കവിതയിൽ ഏറ്റവും നല്ല ഒരു ഒരു ഒരു
ഭാഗമാണ്. ഒരു കിത്താഴ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റാൻസ, ഒരു കഷ്ണമാണ് പിന്നെ ഈ ലാമിയത്തുൽ അറബ് എന്ന് പറയുന്ന ആ ഒരു കവിത. മത്തലവു ലാമിയത്തുൽ അറബ്, ലാമിയത്തുൽ അറബിന്റെ പ്രാരംഭം എങ്ങനെയാണ്? അഖീമു ബനി ഉമ്മി സുദൂറ മതീയക്കും ഫഇന്നി ഇലാ ഖൗമിൻ സിവാക്കും ലഅംയലൂ. അപ്പൊ അദ്ദേഹം തന്റെ ഉമ്മയുടെ പഴയ ആ ഗോത്രത്തെ പിന്നെ വിമർശിച്ചിട്ട് പറയാണ്. അതിനവിടെ മോശാക്കിയിട്ട് അദ്ദേഹം വേറൊരു കൗമിലേക്ക്, ബനു ഫഹമിലേക്കാണ് പിന്നെ ഇവർ പോകുന്നത്. അപ്പൊ അതിനെ പ്രശംസിച്ചുകൊണ്ട് അവരാണ് ഇവരെ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു കവിതയാണ് ഈ ലാമിയത്തുൽ അറബ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ജാഹിലിയെ കുറിച്ച് ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പിന്നെ അബ്ബാസിയയിലേക്ക് കടക്കും. സാറേ ഈ